ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, ഒരു ആവാസ വ്യവസ്ഥയിലുള്ള വിവിധ ജീവികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇവിടെ ഉണ്ടാക്കാനിടയുള്ള 4 ആഹാര ശൃംഖലകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പിന്നെന്താ ചെന്നായ, അങ്ങനെ എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ പുല്ല്, മാന്, പിന്നെ സിംഹം, അങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ പുല്ല്, പുൽച്ചാടി കഴിഞ്ഞാൽ പാമ്പ്, മയിൽ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതെങ്കിലും 4 ആഹാര ശൃംഖലകളാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇനി ബി ചോദ്യം, ചുവടെ കൊടുത്ത ആഹാര ശൃംഖല ശ്രദ്ധിക്കൂ. പുല്ല്, മാന്, കടുവ. ഈ ആവാസ വ്യവസ്ഥയിൽ കടുവകൾ മുഴുവൻ ഇല്ലാതായാൽ മാനുകൾക്ക് വംശനാശം സംഭവിക്കും എന്നാണ് ഒരു കുട്ടിയുടെ അഭിപ്രായം. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? അഭിപ്രായം സമർത്ഥിക്കുക. എന്താണ്? ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെന്നും കടുവകൾ ഇല്ലാതായാൽ മാനുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നും അതിനാൽ അവ ആഹാരത്തിനുള്ള ദൗർലഭ്യം അനുഭവപ്പെട്ട് വംശനാശം സംഭവിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്താണ്? ഈ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുന്നു. കടുവകൾ ഇല്ലാതായാൽ മാനുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു, അതിനാൽ ആഹാരത്തിനുള്ള ദൗർലഭ്യം അനുഭവപ്പെട്ട് വംശനാശം സംഭവിക്കുകയും ചെയ്യും. ഇനി സി, ഒരു ആഹാര ശൃംഖലയിലെ വിവിധ കണ്ണികളെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കൂ. ആഹാര ശൃംഖലയിലെ 3ാമത്തെ കണ്ണി എല്ലായ്പ്പോഴും മാംസബുക്കുകൾ ആയിരിക്കും. ആഹാര ശൃംഖലയിലെ 3ാമത്തെ കണ്ണി സസ്യബുക്കുകൾ ആയിരിക്കും. ഉൽപാദകർ എപ്പോഴും ഹരിത സസ്യങ്ങൾ ആയിരിക്കും. ആഹാര ശൃംഖലയിലെ അവസാന കണ്ണി വിഘാടകർ ആയിരിക്കും. ഇതിൽ ഏതാണ്? ഈ പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രസ്താവന 2ഉം 4ഉം ശരിയാണ്. അതുപോലെ തന്നെ പ്രസ്താവന 3ഉം 4ഉം ശരിയാണ്. പ്രസ്താവന 2 ശരിയാണ്. പ്രസ്താവന 1 ശരിയാണ്. ഇതിലേതാണ് ശരിയായ ഉത്തരം? പ്രസ്താവന 3ഉം 4ഉം ശരിയാണ് എന്നുള്ളതാണ്. ഉൽപാദകർ എപ്പോഴും ഹരിത സസ്യങ്ങളായിരിക്കും എന്നുള്ളതും ആഹാര ശൃംഖലയിലെ അവസാന കണ്ണി വിഘാടകർ ആയിരിക്കും എന്നുള്ളതും, ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഇനി പ്രവർത്തനം 2, ഒരു വടക്ക് നോക്കി യന്ത്രത്തിൽ കാന്തസൂചി അടക്കം ചെയ്തിരിക്കുന്ന പെട്ടി നിർമ്മിക്കാൻ ഗ്ലാസിന് പുറമെ താഴെ പറയുന്നവയിൽ ഏതു പദാർത്ഥമാണ് തിരഞ്ഞെടുക്കുക? ഇരുമ്പ്, അലുമിനിയം, നിക്കൽ. ഇതിന്റെ കാരണം വിശദമാക്കണം. എന്താണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്? ഒരു വടക്ക് നോക്കി യന്ത്രമാണ്. ഓക്കെ, ഇതിൽ നമ്മുടെ ഗ്ലാസിന് പുറത്ത് ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഇരുമ്പാണോ, അലുമിനിയമാണോ, നിക്കലാണോ? ഏതാണ്? അലുമിനിയമാണ്. കാരണം എന്താണ്? ഇരുമ്പ്, നിക്കൽ എന്നിവ കാന്തവസ്തുക്കൾ ആണ്. അവ കാന്തസൂചിയെ ആകർഷിക്കുന്നതിനാൽ പെട്ടി നിർമ്മിക്കാൻ ഉപയോഗിച്ചാൽ കാന്തസൂചിക്ക് യഥേഷ്ടം കറങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അലുമിനിയം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി കാന്തത്തിന്റെ ഏത് സവിശേഷതയാണ് വടക്ക് നോക്കി യന്ത്രത്തിൽ പ്രയോജനപ്പെടുത്തുന്നത്? ഏതാണ്? കാന്തത്തിന്റെ ധ്രുവങ്ങൾ തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന സവിശേഷതയാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഒന്നുകൂടെ പറയാം, കാന്തത്തിന്റെ ധ്രുവങ്ങൾ തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു എന്നത്. ഇനി സി, എ, ബി എന്നീ വസ്തുക്കൾ തമ്മിൽ തുല്യ ആകർഷണം അനുഭവപ്പെടുന്ന 3 സന്ദർഭങ്ങളാണ് നൽകിയിട്ടുള്ളത്. ചിത്രം വിശകലനം ചെയ്ത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എ, ബി എന്നിവ രണ്ടും കാന്തങ്ങളാണ്. എ, ബി എന്നിവ കാന്തിക വസ്തുക്കളാണ്. എ കാന്തവും ബി കാന്തിക വസ്തുവുമാണ്. ബി കാന്തവും എ കാന്തിക വസ്തുവുമാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ബി കാന്തവും എ എന്ന് പറയുന്നത് കാന്തിക വസ്തുവുമാണ്. ബി കാന്തവും എ കാന്തിക വസ്തുവുമാണ്. അഥവാ 4ാമത്തെ ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ആകർഷണത്തിൽ വ്യത്യാസം സംഭവിക്കും. പ്രവർത്തനം 3, ഒരു കൃത്രിമ കുളം നിരീക്ഷിച്ചപ്പോൾ കണ്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് ശ്രദ്ധിക്കൂ. ജലം, മണ്ണ്, ചെറുപ്രാണികൾ, മത്സ്യങ്ങൾ, തവള ഇവ ഉൾക്കൊള്ളുന്ന ഈ കുളം ഒരു ആവാസ വ്യവസ്ഥയാണോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഇത് പറയുന്നത് ഈ കൃത്രിമ കുളം ആവാസ വ്യവസ്ഥ അല്ലെന്ന് തിരിച്ചറിയാൻ കഴിയണം. കാരണം ഉൽപാദകർ ഒരു ആവാസ വ്യവസ്ഥയിലെ പ്രധാന ഘടകമാണെന്നും ഉൽപാദകരില്ലാതെ ആവാസ വ്യവസ്ഥക്ക് നിലനിൽക്കാൻ സാധ്യമല്ലെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉൽപാദകർ ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് ഒരു ആവാസ വ്യവസ്ഥ അല്ല. ഉൽപാദകർ ഒരു ആവാസ വ്യവസ്ഥയിലെ പ്രധാന ഘടകമാണ്. ഉൽപാദകരില്ലാതെ ആവാസ വ്യവസ്ഥക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അതാണ് ഉത്തരം. ഇനി താഴെ നൽകിയിട്ടുള്ളവയിൽ ആവാസ വ്യവസ്ഥക്ക് ഉദാഹരണമായവയും അല്ലാത്തവയും തരംതിരിക്കുക. കൂട്, വീട്, നദി, കുളം, മാളം, കാട്. ഏതാണ്? ഇവിടെ
കൂട്, അതുപോലെ വീട്, മാളം എന്നിവ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമല്ല. ഉദാഹരണമായിട്ടുള്ളത് നദി, കുളം, കാട് എന്നിവയാണ്. ഓക്കെ, നദി, കുളം, കാട് എന്നതാണ് ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം. കൂട്, വീട്, മാളം എന്നിവ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമല്ല. ഇനി ഒരു ആവാസ വ്യവസ്ഥയിൽ അജീവീയ ഘടകങ്ങൾ സ്ഥിരമായി നിലനിർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ജീവിയ ഘടകം ഏതാണ്? വിഘാടകർ ആണ്. വിഘാടകർ എന്ന ജീവിയ ഘടകമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു ആവാസ വ്യവസ്ഥയിലെ അജീവീയ ഘടകങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നത്. ഇനി പ്രവർത്തനം 4, വിവിധ തരം ഫലങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ചക്ക, സീതപ്പഴം എന്നിവ സംയുക്ത ഫലങ്ങളാണ്. വെണ്ട, മുന്തിരി എന്നിവ ലഘുഫലങ്ങളാണ്. സീതപ്പഴം, തക്കാളി എന്നിവ പുഞ്ചഫലങ്ങളാണ്. ചക്ക, ബ്ലാക്ക്ബെറി എന്നിവ സംയുക്ത ഫലങ്ങളാണ്. ഇവയിൽ ശരിയായവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വെണ്ട, മുന്തിരി എന്നിവ ലഘുഫലങ്ങൾ ആണെന്നതാണ് ശരിയായ പ്രസ്താവന. ഏതാണ്? വെണ്ട, മുന്തിരി എന്നിവ ലഘുഫലങ്ങളാണ്. ഇതാണ് ശരിയായ പ്രസ്താവന. ഇനി ലഘുഫലം, പുഞ്ചഫലം, സംയുക്ത ഫലം എന്നിവയുടെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രം ഉണ്ടാകുന്നതാണ് ലഘുഫലങ്ങൾ എന്നത്. ഒരു പൂവിൽ നിന്നും ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് പുഞ്ചഫലങ്ങൾ എന്നുള്ളത്. ഒരു പൂവിലെ ഫലങ്ങളെല്ലാം ചേർന്ന് പൊതു ആവരണത്തിൽ ക്രമീകരിക്കപ്പെടുന്ന ഒറ്റ ഫലമായി തീരുന്നതിന് സംയുക്ത ഫലം എന്ന് പറയുന്നു. ഒന്നും കൂടെ പറയാം. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രം ഉണ്ടാകുന്നത് ലഘുഫലം. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നത് പുഞ്ചഫലം. ഒരു പൂവിലെ ഫലങ്ങളെല്ലാം ചേർന്ന് പൊതു ആവരണത്തിൽ ക്രമീകരിക്കപ്പെട്ട ഒരു ഫലമായാണ് തീരുന്നതെങ്കിൽ അതിനെ സംയുക്ത ഫലം എന്ന് പറയുന്നു. ഇനി താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആപ്പിള്, കശുമാങ്ങ, സഫർ ജെല്ലി, ചാമ്പക്ക. ഏതാണ്? ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് കശുമാങ്ങയാണ്. ഇനി അടുത്ത ചോദ്യം 5ാമത്തെ പ്രവർത്തനമാണ്. ഒരു കുട്ടി പറയാണ്, ഞാൻ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അമ്മ പറയാണ് പാടില്ല. അമ്മയല്ല, ടീച്ചറാണ്. കുട്ടിയുടെ അഭിപ്രായത്തോട് ടീച്ചർ വിയോജിക്കാൻ കാരണം എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ കുട്ടി കൊഴുപ്പടങ്ങിയ ആഹാരം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പാടില്ല എന്ന് പറഞ്ഞത്? എന്താണ്? കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ ഉണ്ട്. അതുകൊണ്ട് കൊഴുപ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള വിറ്റാമിനുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ കുട്ടി ആ കൊഴുപ്പ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ ആ വിറ്റാമിനുകൾ നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ്. ഇനി കൊഴുപ്പ് ഭക്ഷണത്തിൽ അധികമാകുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കൊഴുപ്പ് അധികമായാൽ രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവ ഉണ്ടാകും. ഇനി ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്താൻ പാലിക്കേണ്ട ചില ശീലങ്ങൾ നൽകിയിരിക്കുന്നു. ഇവ വിശകലനം ചെയ്ത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദിവസവും വ്യായാമം ചെയ്യുക, വറുത്തതും പൊരിച്ചതുമായ ആഹാര സാധനങ്ങൾ കുറയ്ക്കുക, ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, അന്നജം മാത്രം അടങ്ങിയ ഭക്ഷണം കഴിക്കുക. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ദിവസവും വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായ ആഹാര വസ്തുക്കൾ കുറയ്ക്കുക എന്ന ഈ 2 പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ഇനി പ്രവർത്തനം 6, ചുവടെ കൊടുത്തിരിക്കുന്ന ചലന സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ. സന്ദർഭം 1, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. സന്ദർഭം 2, ട്യൂണിക് ഫോർക്കിന്റെ ചലനം. 2 സന്ദർഭങ്ങളിലും സംഭവിക്കുന്ന ചലനങ്ങളുടെ പേരെഴുതുക. ഏതെങ്കിലും ഒരു ചലനത്തിന്റെ പ്രത്യേകത വിശദമാക്കുകയും വേണം. അപ്പോൾ ഇവിടെ പെൻഡുലത്തിന്റെ ചലനം എന്ന് പറയുന്നത് ദോലനമാണ്. ഓക്കെ, ദോലനമാണ്. ട്യൂണിംഗ് ഫോർക്കിന്റെ ചലനം എന്ന് പറയുന്നത് കപനമാണ്. ഓക്കെ, ദോലനം എന്ന് പറഞ്ഞാൽ ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്ക് ചലിക്കുന്നതിനെയാണ് നമ്മൾ ദോലനം എന്ന് പറയുക. ഓക്കെ, ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്ക് ചലിക്കുന്നതാണ് ദോലനം. ഇനി കപനം എന്ന് പറഞ്ഞാൽ ദ്രുതഗതിയിലുള്ള ദോലനമാണ് കപനം എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം, ഓരോ ചലനത്തിൻ്റെയും മറ്റു 2 ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദോലനത്തിൻ്റെയും കപനത്തിൻ്റെയുമാണ് 2 ഉദാഹരണങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, കൂട്ടുകാരൊന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഇനി ഇതിലെ സി ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭ്രമണ ചലനത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വന്തം അക്ഷത്തെ ആധാരമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഭ്രമണ ചലനം എപ്പോഴും ഒരു വൃത്താകാര പാതയിലൂടെയാണ്. ഭ്രമണം ചെയ്യുന്ന വസ്തുവിന് ഭ്രമണ ചലനം മൂലം സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. ഭ്രമണ ചലനത്തിന് ആധാരമായ അക്ഷം ഭ്രമണ വസ്തുവിന് ഉള്ളിലായിരിക്കും. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഭ്രമണ ചലനം എപ്പോഴും ഒരു വൃത്താകാര പാതയിലൂടെയാണ് എന്നതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഭ്രമണ ചലനം എപ്പോഴും വൃത്താകാര പാതയിലൂടെയാണെന്നുള്ളതാണ്, അഥവാ 2ാമത്തേതാണ് ശരിയല്ലാത്തത്. ഇവിടെ ശരിയായ ഉത്തരം. ഇനി പ്രവർത്തനം 7 നോക്കാം. ഒരു പ്രദേശത്തെ വിദ്യാലയത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ഭൂരിപക്ഷം കുട്ടികളിലും നിശാന്തത കണ്ടെത്തി.
ഭക്ഷണത്തിലൂടെ പരിഹരിക്കാവുന്ന രോഗമാണിതെന്ന് ഡോക്ടർ പറഞ്ഞു. അവർക്കായി ഡോക്ടർ നിർദ്ദേശിച്ച 2 ഭക്ഷ്യവസ്തുക്കളുടെ ലിസ്റ്റാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. എന്തൊക്കെയാണ്? അവർക്ക് വൈറ്റമിൻ എ അടങ്ങിയ ക്യാരറ്റ്, ചീര, പയറില, പാല് തുടങ്ങിയവ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിലേതെങ്കിലും 4 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്യാരറ്റ്, ചീര, പയറില, പാല് ഒക്കെ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ. ഇനി ആഹാര സാധനങ്ങൾ തുറന്നു വെച്ച് വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി. ഇനി രാമു തൻ്റെ ആഹാരത്തിൽ പാല്, കടൽ മത്സ്യങ്ങൾ എന്നിവ ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. എങ്കിലും അവന് കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ഉള്ളതായി ഡോക്ടർ കണ്ടെത്തി. ഈ അവസ്ഥയ്ക്കുള്ള കാരണം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. മതിയായ അളവിൽ വെള്ളം കുടിക്കാതിരിക്കുന്നത്, വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുന്നത്, മതിയായ അളവിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നത്, പ്രോട്ടീൻ അടങ്ങിയ ആഹാരം വേണ്ട അളവിൽ കഴിക്കാതിരിക്കുന്നത്. ഏതാണ്? ഇവിടെ മതിയായ അളവിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നതാണ് കാരണം. മതിയായ അളവിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നത് അഥവാ ഓപ്ഷൻ 3 ശരിയായ ഉത്തരം. ഇനി പ്രവർത്തനം 8 നോക്കാം. ഒരു ക്ലോക്കിലെ പൽചക്രങ്ങളുടെ ചിത്രീകരണം ശ്രദ്ധിക്കൂ. എ, ബി, സി എന്നീ പൽചക്രങ്ങളിൽ ഏതിനോടെല്ലാമാണ് മിനിറ്റ് സൂചി, സെക്കൻഡ് സൂചി, മണിക്കൂർ സൂചി എന്നിവ ഘടിപ്പിക്കേണ്ടതെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് മിനിറ്റ് സൂചിയും, ബി എന്ന് പറയുന്നത് സെക്കൻഡ് സൂചിയും, എ എന്ന് പറയുന്നത് മണിക്കൂർ സൂചിയും, ബി എന്ന് പറയുന്നത് മിനിറ്റ് സൂചിയും, സി എന്ന് പറയുന്നത് സെക്കൻഡ് സൂചിയുമായിട്ടാണ് ഘടിപ്പിക്കേണ്ടത്. ഒന്നും കൂടെ പറയാം. എ എന്ന് പറയുന്നത് മണിക്കൂർ, ബി എന്ന് പറയുന്നത് മിനിറ്റ്, സി എന്ന് പറയുന്നത് സെക്കൻഡ് സൂചി. ഇനി നിങ്ങളുടെ കണ്ടെത്തലിന് വിശദീകരണം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ്? പല്ലുകളുടെ എണ്ണം കുറഞ്ഞ ചെറിയ പൽചക്രം വേഗത്തിലും പല്ലുകളുടെ എണ്ണം കൂടിയ വലിയ പൽചക്രം സാവധാനത്തിലും കറങ്ങുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ ഒരു എ, ബി, സിയെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? പൽചക്രങ്ങളുടെ എണ്ണം കുറഞ്ഞ ചെറിയ പൽചക്രം വേഗത്തിലും എണ്ണം കൂടിയത് സാവധാനത്തിലുമാണ് കറങ്ങുന്നത്. ഇനി സി ചോദ്യം, എം എന്ന പൽചക്രം കറങ്ങുന്നതിൻ്റെ എതിർദിശയിൽ കറങ്ങുന്ന പൽചക്രം ഏത്? പൽചക്രം എ മാത്രം, പൽചക്രം ബി മാത്രം, പൽചക്രം ബിയും സിയും, പൽചക്രം എയും ബിയും സിയും. ഏതാണ്? പൽചക്രം എയും ബിയും സിയുമാണ്. ഇനി പ്രവർത്തനം 9 നോക്കാം. സ്കൂളിൽ നിന്ന് കയറ്റവും ഇറക്കവും വളവുമുള്ള ഒരു പാതയിലൂടെ സൈക്കിൾ ഓടിച്ചാണ് ബാബു വീട്ടിലേക്ക് എത്തിയത്. അവൻ സൈക്കിളിൽ ബലം പ്രയോഗിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളും ബലപ്രയോഗത്തിന്റെ ലക്ഷ്യങ്ങളും കരുതി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബലം പ്രയോഗിച്ച സന്ദർഭം, ബലപ്രയോഗത്തിന്റെ ലക്ഷ്യം. സൈക്കിൾ ഓടിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നിശ്ചലമായി സൈക്കിളിനെ ചലിപ്പിക്കുന്നു. ഇനി സൈക്കിൾ നിർത്തുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ചലിക്കുന്ന സൈക്കിളിനെ നിശ്ചലമാക്കൽ. ഇനി വളവുള്ള പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചലിക്കുന്ന സൈക്കിളിന്റെ ദിശ മാറ്റുന്നതിന്. ഇനി സൈക്കിൾ ഇറങ്ങുമ്പോൾ ചലിക്കുന്ന സൈക്കിളിന്റെ വേഗത കുറയ്ക്കാൻ. ഓക്കെ, ഇനി മറ്റൊരു സൈക്കിളിനെ മറികടക്കുമ്പോഴോ ചലിക്കുന്ന സൈക്കിളിന്റെ വേഗത കൂട്ടാൻ. ഇങ്ങനെയാണ് അവിടെ ബലപ്രയോഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി സൈക്കിളിന്റെ ടയറിന്റെ ചലനം പരിഗണിച്ച താഴെ പറയുന്നവയിൽ ബാധകമല്ലാത്ത ചലനം ഏത്? ഭ്രമണ ചലനം, വർത്തുള ചലനം, ദോലനം, നേർരേഖാ ചലനം. ഏതാണ്? ദോലനമാണ്. ഇനി പ്രവർത്തനം 10 നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന ഊർജ്ജമാറ്റം ശ്രദ്ധിക്കൂ. വൈദ്യുതോർജ്ജം, യാന്ത്രികോർജ്ജം, താപം, ശബ്ദം. ഇത്തരം ഊർജ്ജമാറ്റം സംഭവിക്കുന്ന 2 സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഏതാണ്? മിക്സി പ്രവർത്തിക്കുന്നത്. 2 ഫാന് കറങ്ങുന്നത്. ഓക്കെ, മിക്സി പ്രവർത്തിക്കുന്നതും ഫാൻ കറങ്ങുന്നതും. ഇനി 2 സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജരൂപവും പാഴാക്കുന്ന ഊർജ്ജരൂപവും കണ്ടെത്തി പട്ടികപ്പെടുത്താൻ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ രണ്ടും പ്രയോജനപ്പെടുത്തുന്നത് യാന്ത്രികോർജ്ജമാണ്. പാഴാക്കുന്ന ഊർജ്ജരൂപങ്ങൾ എന്ന് പറയുന്നത് താപം, ശബ്ദം എന്നിവയാണ്. ഓക്കെ, പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജരൂപം യാന്ത്രികോർജ്ജവും പാഴാക്കുന്ന ഊർജ്ജരൂപം എന്ന് പറയുന്നത് താപവും ശബ്ദവുമാണ്. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഊർജ്ജനഷ്ടം പരമാവധി കുറഞ്ഞ ഉപകരണം ഏത്? ഫിലമെന്റ് ബൾബ്, LED ബൾബ്, CFL ബൾബ്, ഹാലോജൻ ബൾബ്. ഏതാണ്? ഇവിടെ LED ബൾബാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.